പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുന്ന സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും കടങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിൻ്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിനങ്ങൾ അനുസ്മരിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഇതേ പിതാവും പുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ട്രാൻസാക്ഷൻ ഈ ആൾക്കാരുടെ വാസ്തവെങ്ങനെയാണ് ചാകണ വരെ 10 ഇടുമ്പോഴൊക്കെ അവിടെ ജീവിക്കും. പക്ഷേ അവരുടെ ട്രാൻസാക്ഷൻ എന്താണ്? ദൈവമായിട്ടുള്ള ട്രാൻസാക്ഷൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാ വ്യാപാരം എന്ന് പറയും. അത് ഒരുപക്ഷെ ഒരു ആദ്യകാലങ്ങളിലൊക്കെ ഓക്കെ ആകാം. പക്ഷെ നമ്മളങ്ങോട്ട് ദൈവത്തിലേക്ക് വരുന്തോറും അത് വർക്കൗട്ട് ചെയ്യത്തില്ല. വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവലിൽ തന്നെയാണെങ്കിൽ നിൻ്റെ സ്റ്റാറ്റസും അങ്ങനെ തന്നെ ആയിരിക്കും. ബൈബിൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യണത് ഈ ബാഹ്യ മനുഷ്യനല്ല. ബാഹ്യ മനുഷ്യനാണ് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഒക്കെ വരണത്. ബൈബിൾ അഡ്രസ്സ് യേശുക്രിസ്തു നമുക്ക് നൽകിയത് നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കാൻ വേണ്ടിയാണ്. ആന്തരിക മനുഷ്യൻ, അത് എഫേസ്യൻസ്, അത് ആന്തരിക മനുഷ്യനെ കുറിച്ച് നല്ല എഫേസ്യൻസ് ആണ്. എഫേസ്യൻസ് 3:16 എടുത്തേ. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം, കേട്ടോ, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരൊക്കെ പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയാണ്. എന്തെങ്കിലും പറയണതറിയാമോ? ഞാൻ ഇടയ്ക്ക് ഇപ്പം വിചാരിക്കും, ഇപ്പം ഈശോ ഉണ്ടല്ല, ഈ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ച ഏറ്റവും നല്ല മാതൃകാ രൂപമാണ് ഈശോ എന്ന് പറയുന്നത്. അത് ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു നിലപറയണത്. 10:19 ലൂക്കായി. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് മറ്റുള്ളവർ നമ്മൾ ഉപദ്രവിച്ചാലും we don't feel it as if we are not hurted. മറ്റുള്ളവർ നമ്മൾ ഹർട്ട് ചെയ്യും, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഈ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിച്ചാലുണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ജഡിക മനുഷ്യനാണെങ്കിൽ നമ്മളെ തന്തയ്ക്ക് വിളിച്ചാൽ നമ്മളും തന്തയ്ക്ക് വിളിക്കും. അത് അവനെ തല്ലിയവനെ നമ്മളെ തല്ലുവേണ്ട തിരക്കി പിടിച്ച് നമ്മൾ പോകും, അല്ലെങ്കിൽ പക സൂക്ഷിച്ച് വെക്കും. അപ്പം ജഡിക മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ. ഇതങ്ങനെയല്ല, നമുക്കങ്ങനെ തോന്നത്തില്ല. പോട്ടെ എന്ന് പറയും. ഇപ്പം ഈശോ തന്നെ, ഇപ്പം ഉദാഹരണത്തിന് സർപ്പങ്ങളുടെയും തേളുകളുടെയും ചവിട്ടി നടന്ന ഒരാളാണ് ഈശോ. ഇവിടെ സർപ്പം ആരായിരുന്നു? സർപ്പം എന്ന് പറയുന്നത് യൂദാസ് സർപ്പമല്ലായിരുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ ഈ സർപ്പം വാ പൊളിക്കണത് ഇര തേടാനും ആൾക്കാരെ കൊത്താനും അല്ലേ? അത് തന്നെയല്ലേ യൂദാസ് ചെയ്ത്. അയാളുടെ ആക്ഷനിൽ അയാൾക്ക് പൈസയും കിട്ടി, ഈശോനെ കൊല്ലുകയും ചെയ്തു. അത് സർപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ സർപ്പം കൊത്തുമ്പോഴും ഈശോ എന്താ വിളിക്കണത്? അയാളെ ചവിട്ടി നടക്കണ അയാളുടെ പുറത്തു കൂടി ഈശോ എന്താണ്? സ്നേഹിത എന്നാ വിളിക്കണത്. അതാണ് രസം. ഇതാണ് ആന്തരിക മനുഷ്യൻ, ബലം പ്രാപിച്ച ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന്
പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പോകുന്ന വഴിയിൽ മുഴുവനും ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ പോയിണ്ടായിരുന്നത്. അക്ഷയയിൽ നിന്നിട്ടായാലും ഞങ്ങളെ വിളിക്കുന്ന നേരം കൊണ്ട് മുഴുവനും ഞങ്ങൾ ജപമാല ചൊല്ലി. ഞങ്ങൾ അപേക്ഷ വെച്ചു. അവൻ എൻട്രൻസിന് പരീക്ഷയ്ക്ക് പോകുമ്പോഴും മാതാവിൻ്റെ കാശ് രൂപ കൈപ്പിടിച്ച് പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഭയങ്കരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ ജയിക്കുമെന്ന് സംശയമാണ്, അമ്മ റിസൾട്ട് വരെ നോക്കാനായിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളത് കാരണം കൊണ്ട് റിസൾട്ട് നോക്കാനായിട്ട് പോയില്ല. പിന്നീട് അവൻ എന്ത് പഠിക്കുമെന്ന് ഉള്ള ചിന്തയിൽ ഞങ്ങൾ IELTSന് ചേർത്തി. അവന് ഒരു കൊല്ലം നഷ്ടപ്പെടുന്നത് അവന് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു. IELTSന് ചേർത്തി. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അവളുടെ കൊച്ചിനെ എൻട്രൻസിന് അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ കൊച്ചിന് ഓപ്ഷൻസ് വെച്ചു, ആഡ് ചെയ്ത് ചേർത്തു, മാർക്കുകൾ ആഡ് ചെയ്ത് ചേർത്തു, സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനിൽ ചേർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ വിഷമമായി. പക്ഷേ അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചേർത്താനായിട്ടോ ഞങ്ങൾക്ക് കയറ്റാനായിട്ടോ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡേറ്റൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ ഇവന് 157 മാർക്കോളം അവനും ഉണ്ടായിരുന്നു, എൻട്രൻസിന് മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം അവന് ഇത് കയറാനുള്ള മാർക്ക് ഉണ്ടായിരുന്നു, എൻട്രൻസിന് സീറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ അത് അപേക്ഷ വയ്ക്കാത്തതുകൊണ്ട് വളരെ വിഷമമായി. പിറ്റേ ദിവസം തന്നെ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ഞാൻ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. എന്ത് മഴയുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കാറില്ല, കുർബാന സ്വീകരിക്കാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ കണ്ട സ്വപ്നം, വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് മാത്രം വിശുദ്ധ കുർബാന ലഭിക്കണില്ല, ബാക്കി എല്ലാവർക്കും വിശുദ്ധ കുർബാന ലഭിക്കുന്നുണ്ട്, എനിക്ക് മാത്രം ലഭിക്കണില്ല. അത് സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ എനിക്ക് അതെന്താണ് എനിക്കൊന്നും മനസ്സിലായിണ്ടായിരുന്നില്ല. എന്താണ് അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായിണ്ടായില്ല. പിന്നീട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ എനിക്ക് തോന്നി എനിക്ക് ലഭിക്കാത്ത അപ്പം അവൻ്റെ സീറ്റായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി. അന്ന് രാവിലെ ന്യൂസ് പേപ്പർ നോക്കിയപ്പോൾ 3 ദിവസം കൂടിയും അവന് മാർക്ക് ലിസ്റ്റ് കയറ്റാനായിട്ട്, എൻട്രൻസിന് മാർക്ക് ലിസ്റ്റ് കയറ്റാനായിട്ടുള്ള 3 ദിവസം കൂടിയും കൂട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അക്ഷയയിൽ പോയിട്ട് മാർക്ക് ലിസ്റ്റ് കയറ്റാനായിട്ട് സാധിച്ചു. പക്ഷേ അവന് മാർക്ക് ലിസ്റ്റ് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും മാർക്ക് ആഡ് ചെയ്ത് കയറ്റാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ ഓപ്ഷനുകളൊക്കെ ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ആഡ് ചെയ്ത് കയറ്റത് കൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ ഔട്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് ഞങ്ങൾ വന്നപ്പോഴും ഞങ്ങൾ നോക്കിയിട്ടുണ്ടായില്ല. 3 ദിവസം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മകനൊരു ഉൾവിളി ഉണ്ടായി. അവൻ മാർക്ക് ലിസ്റ്റ് ഒന്ന് നോക്കാം അമ്മയെന്ന് പറഞ്ഞ് അവൻ്റെ കോൾ ടിക്കറ്റിൻ്റെ പേപ്പർ എടുത്ത് അവൻ നോക്കിയപ്പോൾ അവൻ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അവൻ്റെ മാർക്ക് ആഡ് ചെയ്ത് ആരെ ആഡ് ചെയ്തെന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾ ആഡ് ചെയ്ത് കയറ്റിയിട്ടില്ല. പക്ഷേ അവൻ്റെ മാർക്ക് ആഡ് ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നു. അവൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് അവന് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം. അതാണ്. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം,
എൻ്റെ രണ്ടാമത്തെ മകൾക്ക് കുഞ്ഞുകാലം മുതലേ അവൾക്ക് തലയിൽ ഭയങ്കര പേൻശല്യമാണ്. അതിന് കുഞ്ഞുകാലം മുതൽക്ക് അവൾക്ക് മരുന്നൊക്കെ ചെയ്തിരുന്നു. പക്ഷേ തലവേദന കാരണം കൊണ്ട് പിന്നീട് അതൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. പേൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ അവളെ അറിയാവുന്നവർക്കൊക്കെ അത് അറിയാൻ സാധിക്കും. ഒരു വഴിക്ക് പോകുമ്പോഴേക്ക് നമ്മുടെ തലയിലൊക്കെ ഓടി നടക്കും. എനിക്ക് പേൻ നോക്കുമ്പോഴേ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും. അവൾക്ക് അന്നുണ്ടെങ്കിൽ 2 കൊല്ലമായിട്ട് ഭയങ്കര തുമ്മലാണ്. ഒരു തുമ്മൽ തുടങ്ങി കഴിഞ്ഞാൽ അവസാനം ഒരു കാലത്ത് തുടങ്ങിയ വൈകുന്നേരം കിടക്കണ വരും ഭയങ്കര തുമ്മലാണ്. അതിൻ്റെ അലർജി ഉണ്ടായിരുന്നു. ഞങ്ങൾ തലയിൽ തിക്കായിട്ടുള്ള മുടിയായതുകൊണ്ട് എന്തോരം ഏരിയാലും അത് പോവാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം പ്രത്യക്ഷീകാരനെ പ്രാർത്ഥന ചൊല്ലി ഞാൻ കുഞ്ഞുങ്ങളുടെ തലയിൽ വെഞ്ചരിച്ച തൈലം ഞാൻ തേക്കാറുണ്ട്. അങ്ങനെ വെഞ്ചരിച്ച തൈലം തേക്കുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ ഭയങ്കരമായിട്ട് തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഇവളുടെ തലയിലെ പേൻ പൂർണ്ണമായിട്ട് മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ തൈലം തേച്ചു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ അവൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, നാളെ ക്ലാസ്സിൽ പോകണം അമ്മ, തലയൊന്ന് ഈരാമെന്ന് പറഞ്ഞു. ഞാൻ തലയിരിപ്പോൾ ഒരു പേൻ പോലും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് ചീർപ്പ് കേടായതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് പുതിയ ചീർപ്പ് കൊണ്ട് അവളെ തലയേരി. എന്നിട്ടും തലയിൽ നിന്ന് പേൻ ഒരെണ്ണം പോലും ലഭിച്ചില്ല. തലയിൽ നോക്കുമ്പോൾ പേനിൻ്റെ കുഞ്ഞുങ്ങൾ മുഴുക്കനും ചത്തുകൂത്തിരിക്കുകയായിരുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ അമ്മ മാതാവ് നൽകിയ അനുഗ്രഹമാണ് എനിക്ക്. പിന്നെ മൂന്നാമത്തെ അനുഗ്രഹം എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ. എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്നത് 50 കൊല്ലമായിട്ടുണ്ടാവും. ഭയങ്കര പുകവലിയാണ് ആൾ. ഒരു 2-3 കെട്ട് ബീഡിയൊക്കെ ആൾ വലിക്കാറുണ്ട്. ആളുടെ അപ്പൻ്റെ റൂമിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഭയങ്കര പുകയുടെ മണമായിട്ട് ഭയങ്കര ശ്വാസം മുട്ടലാണ്. ഞാൻ അമ്മ മാതാവ് എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഡൈനിങ് ടേബിളിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉപ്പിൻ്റെ ഉള്ളിൽ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് അപ്പം കഴിച്ചു തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഒരു 3-4 മാസമായി കാണും. അപ്പൻ ഇതുവരെ പുകവലിച്ചിട്ടില്ല. അപ്പനിപ്പോൾ പുകവലിക്കുമ്പോൾ ശ്വാസതടസ്സം പോലെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പനിപ്പോൾ 76 വയസ്സുണ്ട്. ഇതാണ് എൻ്റെ മൂന്നാമത്തെ നിയോഗം. പിന്നെ ഞാൻ കുറച്ചൊക്കെ കേക്ക് ഉണ്ടാക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കൃപാസനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ അധ്വാനം കൊണ്ട് ഉള്ള കാശ് കൊണ്ട് എനിക്ക് കൃപാസനത്തിലേക്ക് വരണമെന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. ഏത് സമയത്ത് എനിക്ക് കേക്കിൻ്റെ ഓർഡറുകൾ ഉണ്ടായില്ലെങ്കിലും കൃപാസനത്തിലേക്ക് വരണ സമയത്ത് ഒരു 2-3 ദിവസം മുമ്പെങ്കിലും എനിക്ക് നല്ല ഓർഡറുകൾ കിട്ടും. ഞാൻ ആ കാശ് കൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. മാതാവിൻ്റെ വലതുകരത്താൽ എൻ്റെ കുടുംബത്തിൻ്റെ ഉള്ള ഓരോരുത്തരുടെയും വലതുകരം ചേർത്ത് പിടിച്ച് മാതാവ് നടത്തുന്ന അനുഭവം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാതാവിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ശ്രീജ. ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇവിടെ വരുന്നത്. എനിക്ക് ഇവിടെ വരാൻ വഴി അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാം, നീ പോകുമ്പോൾ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോന്നു. എൻ്റെ അച്ഛനും എൻ്റെ കൂടെ പോന്നു. ഞങ്ങൾ വൈക്കത്തെത്തിയപ്പോൾ എൻ്റെ അച്ഛന് ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും അച്ഛൻ ബസ്സിൽ നിന്ന് വീഴുകയും അങ്ങനെ എനിക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഇവിടെ വരാനുള്ള ഇടയില്ലാതെ വരികയും ചെയ്തു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അവളോട് വിളിച്ച് കരഞ്ഞു പറഞ്ഞു, എനിക്ക് ഇതിനൊന്നും വിധിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു. പക്ഷെ അവൾ എന്നെ സമാധാനിപ്പിച്ചു. സാരില്ല ചേച്ചി, ഇനി ചേച്ചി പ്രാർത്ഥിക്കുക, പിന്നെ പോയാൽ മതി എന്ന് പറഞ്ഞ് അവൾ സമാധാനിപ്പിച്ചു. അവൾ അങ്ങനെ പള്ളിയിലേക്ക് പോന്നു വന്ന്. പിന്നെ ഒരു ദിവസം അവൾ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇന്നതൊക്കെ പ്രാർത്ഥിക്കുമെന്നും പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് എങ്ങനെയെങ്കിലും അമ്മയുടെ അടുക്കൽ വരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ തന്നെ വഴി ചോദിച്ചറിഞ്ഞ് ഞാൻ ഇവിടെ പള്ളിയിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. എനിക്ക് പുറത്തേക്ക് പോകാനുള്ള എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഹോളിൽ കയറിയപ്പോൾ ഞാൻ ഒരുവിധം എല്ലാം തന്നെ പഠിച്ചിട്ടാണ് പോയത്. പക്ഷേ ഞാൻ ഹോളിൽ കയറിയപ്പോൾ എൻ്റെ ഫസ്റ്റ് പാർട്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് പാർട്ട് എനിക്ക് വളരെ പാടായിരുന്നു. എനിക്ക് എന്താണ് ചോദ്യമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ
അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കാശ് രൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കിതൊന്നും അറിയില്ല. 105 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എനിക്കതിലൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ക്വസ്റ്റ്യൻ ആണെങ്കിൽ വളരെ വലുതും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എക്സാമിനാണെങ്കിലും ഫീസ് കടം വാങ്ങിച്ചിട്ടാണ് അടച്ചത്. എനിക്ക് ഈ എക്സാം പാസ്സാകണം, അമ്മ എന്നെ സഹായിക്കണം എന്നും പറഞ്ഞ് ഞാൻ അമ്മയുടെ കാശ് രൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസറിന് ടിക്കിടുകയും അങ്ങനെ ഞാൻ എക്സാം പാസ്സാകുകയും ചെയ്തു. എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എക്സാം റിസൾട്ട് വരുന്നു എന്നിങ്ങനെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ മാതാവിൻ്റെ മുന്നിൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ എക്സാം വന്നപ്പോൾ ഞാൻ പാസ്സായി. എനിക്കിപ്പോൾ സൗദിയിലൊരു ജോലി റെഡിയായി. ഞാൻ ബുധനാഴ്ച സൗദിയിലേക്ക് പോവുകയാണ്. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട് പണി 2 വർഷമായിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ പൂർത്തിയായില്ലായിരുന്നു. പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടൊന്നും വീട് പണി പൂർത്തിയായില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ 4 മൂലയ്ക്കും ഇവിടുത്തെ നേർച്ച വസ്തുവായ ഉപ്പ് ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ വീടിൻ്റെ പണി പുനരാരംഭിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കുറേ കടങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ 6 വർഷമായിട്ടും ഞങ്ങളുടെ സ്ഥലം കൊടുക്കാൻ നോക്കിയിട്ടും നടക്കാതെ വന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ കച്ചവടം ഏകദേശം റെഡിയാകുകയും 1 വർഷത്തിനുള്ളിൽ തന്നെ അത് നടത്താമെന്നുള്ള ഒരു എഗ്രിമെൻ്റ് വെക്കുകയും ഞങ്ങൾക്ക് കുറച്ച് പൈസ തരികയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അത് ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ അവൾക്ക് ജോലിയില്ലാതെ അവൾ എന്നെ വിളിച്ച് കരയുകയും ഞാൻ അവളോട് ഇവിടെ അമ്മയുടെ കാര്യം പറയുകയും എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ അവൾക്ക് പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ എങ്ങനെയാണ് ഉടമ്പടി അവിടെ നിന്ന് എടുക്കണത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ക്യാൻഡിൽ ലൈറ്റ് പ്രാർത്ഥന എടുക്കാൻ പറഞ്ഞിട്ട് അവൾ നോക്കിയിട്ട് അതൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞു, സാരില്ല, നീ വിഷമിക്കണ്ട, ഞാൻ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അവൾക്ക് പ്രാർത്ഥിക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. നീ ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മതി, നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, കഴിഞ്ഞ സെപ്റ്റംബർ 30 അവിടെ എല്ലാം കഴിയും, അതുകൊണ്ട് ചേച്ചി ഞാൻ തിരിച്ചു പോരേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, നീ തിരിച്ചു പോരേണ്ടി വരില്ല, നീ അമ്മയുടെ കരഞ്ഞ് പ്രാർത്ഥിക്ക്, നിനക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 27 ആയപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ അവൾക്ക് അവിടെ വിളിയൊന്നും വന്നില്ലല്ലോ, അവൾക്ക് ജോലി കിട്ടിയില്ലേ, അമ്മ എന്താണ് തീരുമാനിച്ചിരിക്കണമെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു. പക്ഷേ അവൾക്ക് 2 ദിവസം മുമ്പ് തന്നെ അവൾക്ക് ജോലി കിട്ടിയായിരുന്നു. അവൾ അതിനു വേണ്ടി എന്നെ വിളിച്ചായിരുന്നു. പക്ഷേ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നതുകൊണ്ട് എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അമ്മ അവൾക്കും ജോലി തന്നു. എൻ്റെ പേര് സുമ ബിജോ. ഞാൻ ചാലക്കുടിക്ക് അടുത്ത് അമ്പഴക്കാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2021 ഏപ്രിൽ 9 ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് എനിക്ക് 4 വർഷമായി ഗ്യാസ്ട്രൈറ്റിസിൻ്റെ അസുഖമുണ്ടായിരുന്നു. ഗ്യാസ് വരുമ്പോൾ എനിക്ക് നെഞ്ചു മുതൽ 2 കൈയും മുഴുവൻ വേദനയായിരുന്നു. പലവട്ടം ECG എടുത്ത് ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും 2-3 ദിവസം വേദനയുടെ ഗുളികയും ഗ്യാസിൻ്റെ ഗുളികയുമൊക്കെ കഴിച്ചിട്ടാണ് മാറാറുള്ളായിരുന്നു. ഞാൻ ഓൺലൈനിൽ പരിശുദ്ധ അമ്മയുടെ നൊവേന 9 ദിവസം കൂടുകയും രോഗശാന്തി ശുശ്രൂഷ സമയത്ത് നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അതെനിക്ക് പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പോൾ അങ്ങനത്തെ രോഗമേ എനിക്ക് വരാറില്ല. രണ്ടാമതായി ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് വളരെയേറെ കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ് ഞാൻ വന്നിരുന്നത്. മറ്റുള്ളവരായാലും ചിരിക്കുമ്പോഴൊക്കെ എനിക്ക് എന്നാണാവോ ഇങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുക എന്നുകൊണ്ട് പോലും ആലോചിച്ച സമയത്താണ് ഞാനിവിടേക്ക് വരുന്നത്. ഉടമ്പടി എടുത്ത് അന്നു മുതൽ ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിത്തുടങ്ങി. ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്കിപ്പോഴും ഉറപ്പുണ്ട്, പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്ന് എൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒന്നൊന്നായി മാറ്റി ഇപ്പോൾ നല്ല സമാധാനത്തോടു കൂടി, എനിക്ക് തന്നെ അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന്, അതുപോലെ അമ്മ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്ന് ഇപ്പോൾ സന്തോഷകരമായി ജീവിക്കുന്നു. രണ്ടാമതായിട്ട് എൻ്റെ മകന് 6 വയസ്സുണ്ട്.
അവൻ നന്നായി സംസാരിക്കും, പക്ഷെ സംസാരിക്കുന്നതൊന്നും ആർക്കും തിരിയുന്നില്ലായിരുന്നു. ഞാൻ ആദ്യം വരുന്ന ദിവസം അന്ന് തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാനും ഈ മകൻ്റെ കാര്യം പറയുവാനും അവസരം ലഭിച്ചു. അപ്പോൾ ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, ഉടമ്പടി തൈലം തൊണ്ടയിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാകുമെന്ന്. അതുപ്രകാരം ഞാൻ ഉടമ്പടി തൈലം കുരിശ് വരച്ച് തൊണ്ടയിലും നാവിലും പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവനിപ്പോൾ സ്ഫുടമായി സംസാരിക്കുന്നു. മൂന്നാമതായി ഞാൻ ഒരു നേഴ്സാണ്. 2004 പഠിച്ചിറങ്ങിയതാണ്. അന്ന് മുതൽ എനിക്ക് വിദേശത്ത് ഒരു ജോലി എന്നുള്ളത് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു. 2006 ഞാൻ പരീക്ഷയൊക്കെ പാസ്സായി. ഒരു നെതർലൻഡിൽ പോകാൻ ഒരു ഏജൻസിയിലേക്ക് പൈസ കൊടുത്തെങ്കിലും 4 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെടുകയും പോകാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. അതുമുതൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നാണാവോ എനിക്ക് പോകാൻ പറ്റാമെന്ന്.